ഹലോ, ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെക്കണ നിർബന്ധമൊന്നുമില്ല. മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 4 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അധികം പേസ്റ്റ് ആക്കിയിട്ടല്ല അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് അടർന്ന് കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, കരിയാണ്ട് നോക്കുക. ഇനി നമുക്ക് മറ്റേ അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ കുറച്ച് നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറ് വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള സവാള ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക്, പാത്രത്തിലേക്കോ മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ളത് ഞാനിവിടെ ഒരു മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സവാള വാട്ടിയെടുക്കുന്നില്ല. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറിവിടെ ആയിട്ടുണ്ട്, പാകത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം, സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കനും എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സവാളയിൽ നിന്ന് പകുതി സവാള നമുക്ക് ഒരു പിടി സവാള മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇനി മസാല റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് വാടി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം
ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. കുറച്ചധികം മല്ലിയില തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചേർക്കുന്നതാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റായിട്ട് വരുന്നത്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.25 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ മസാലയും ചിക്കനും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട, ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൈരൊക്കെ ചേർത്തത് കാരണം നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് നമുക്ക് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചോറ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒറ്റ ലെയറായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബിരിയാണി മസാല പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും ക്യാഷ്യും കിസ്മിസും എല്ലാം കൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ മസാല ചേർത്ത് വെച്ചത് അതും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. കുറച്ച് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ രീതിയിലൊന്ന് ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.